ഹായ് ഫ്രണ്ട്സ്, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ടെക്നിക്കൽ ടേം പഠിക്കാം. അതാണ് ഇവിടെ കാണുന്നത് റൺവേ എക്സ്കർഷൻ. ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് സുപരിചിതമാണ്. റൺവേ എന്ന് പറഞ്ഞാൽ വിമാനം ഇറങ്ങുന്നതിനും പൊങ്ങുന്നതിനും ഉപയോഗിക്കുന്ന പാത. എക്സ്കേർഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ ഇതെല്ലാവരും എക്സ്കേർഷൻ എന്നാണ് പറയുന്നത്. അതല്ല ശരി. എക്സ്കേർഷൻ എന്ന് പറഞ്ഞാൽ വിനോദയാത്ര, ഉല്ലാസയാത്ര, പഠനയാത്ര. എന്നാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇതിന് മറ്റൊരർത്ഥമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. റൺവേ എക്സ്കർഷൻ എന്ന് പറഞ്ഞാൽ പറന്നുയരുമ്പോഴോ ലാൻഡിംഗ് നടത്തുമ്പോഴോ ഒരു വിമാനം റൺവേ ഉപരിതലത്തിൽ നിന്ന് വശത്തേക്ക് തെന്നിമാറിയോ അറ്റം മറികടന്നോ പോകുന്ന ഒരു വ്യോമയാന സംഭവം. ഇത് ഗുരുതരമായ സുരക്ഷാ ആശങ്ക ഉളവാക്കുന്നതാണ്. കാരണം പരിക്കുകൾ, മരണങ്ങൾ വിമാനത്തിനും വിമാനത്താവള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതിന് കാരണമാകും. റൺവേ എക്സ്കർഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ചുരുക്കത്തിൽ, പ്ലെയിൻ ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിംഗ് നടത്തുമ്പോൾ റൺവേയിൽ നിന്നും തെന്നിമാറുക, സ്കിഡ് ചെയ്യുക. ഇനി നമുക്ക് കൃഷിസ്ഥലത്തേക്ക് കടക്കാം. ചില വിഭവങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകൾ നോക്കാം. ഇരട്ടി മധുരം, ലിക്കറിഷ് അല്ലെങ്കിൽ ലിക്കറിസ്. ഇത്തിൾ, മിസൽറ്റോ. ഇരുമ്പൻ പുളി, ബിലിംബി. കൊടംപുളി, ഗാസിനിയ കാംബോജിയ അല്ലെങ്കിൽ മലബാർ ടാമറിൻറ്റ്. വാളൻപുളി അല്ലെങ്കിൽ വാളൻപുളി മരം, രണ്ടിനും ഒരു വാക്ക് തന്നെയാണ്, ടാമറിൻറ്റ്. ചുവന്നുള്ളി, ഷലോട്ട് ഓർ ഷാലറ്റ്. ഉള്ളി, സവാള, അണ്യൻ. ചെറുതും പാകമാകാത്തതുമായ സാധാരണ ഉള്ളി ബൾബ് പൂർണ്ണമായും വികസിക്കുന്നതിന് മുമ്പ് വിളവെടുക്കുന്നതാണ് സ്പ്രിംഗ് അണിയൻ. അതൊരു പ്രത്യേകതരം ഉള്ളിയല്ല, സവാളയുടെ ഒരു ബേബി. വൈറ്റ് അനിയൻ സവാളയുടെ അത്രയും എരിവില്ലാത്തതിനാൽ സാലഡുകൾ, സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വെളുത്തുള്ളി, ഗാർലിക്. ഇതുപോലെയുള്ള കൂടുതൽ വിഭവങ്ങളുമായി തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.